പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട BJP നേതാവിന് ചട്ടം ലംഘിച്ച സർക്കാരിന്റെ പരോൾ. ബലാത്സംഗ കേസിലെ കുറ്റക്കാർക്ക് സാധാരണ പരോൾ അനുവദിക്കരുതെന്ന ജയിൽ ചട്ടം ലംഘിച്ചാണ് സർക്കാർ പത്മരാജന് പരോൾ നൽകിയത്. തലശ്ശേരി പോക്സോ കോടതി ജീവിതാവസാനം വരെ തടവ് വിധിച്ച് 3 മാസമാകുമ്പോഴാണ് BJP നേതാവിന് വേണ്ടിയുള്ള സർക്കാർ ഇടപെടൽ. ശിക്ഷ റദ്ദാക്കണമെന്ന പത്മരാജന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, വളരെ ഗുരുതരമായ ഒരു കേസിൽ ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട പത്മരാജൻ ഇപ്പോൾ ഏതെല്ലാം ചട്ടങ്ങൾ ലംഘിച്ചാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്? എന്തായിരുന്നു ഇത്ര തിടുക്കം? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ എന്തായിരുന്നു ഇതിനകത്ത് നടന്നത്? ഇതിനകത്ത് ഏറെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് സർക്കാരിന്റെയും അതുപോലെ തന്നെ ജയിൽ DGPയുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നീക്കം. അത് കഴിഞ്ഞ 2-ാം തീയതി, അതായത് ഫെബ്രുവരി 2-ന് പത്മരാജന്റെ സഹോദരി മരണപ്പെട്ടിരുന്നു. തുടർന്ന് 3-ാം തീയതി 3 ദിവസത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പത്മരാജനെ പരോൾ അനുവദിച്ചു. ഇത് കഴിഞ്ഞ് പത്മരാജൻ തിരിച്ചെത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ പത്മരാജൻ തിരിച്ചെത്തിയിട്ടില്ല. 3-ാം തീയതി, അതായത് മാർച്ച് 3-ന് മാത്രമേ ഇനി പത്മരാജൻ തിരിച്ചെത്തേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സർക്കാരും അതുപോലെ തന്നെ ജയിൽ DGPയും ഇടപെട്ടുകൊണ്ട് പരോൾ അനുവദിച്ചു എന്നുള്ളതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരോൾ അനുവദിച്ചത് എന്നുള്ള കാര്യത്തിനകത്തൊരു വ്യക്തതയില്ല. അടിയന്തര സാഹചര്യം പ്രമാണിച്ച് പരോൾ അനുവദിച്ചു എന്നുള്ളതാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബലാത്സംഗ കുറ്റക്കേസ് അതുപോലെ തന്നെ പോക്സോ കേസ്, ഇതിനകത്ത് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് സാധാരണ പരോൾ അനുവദിക്കുന്നതിന് ജയിൽ ചട്ടത്തിൽ വകുപ്പില്ല. 397-ാം വകുപ്പ് പ്രകാരം ഇത്തരത്തിലുള്ള പ്രതികൾക്ക് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് സാധാരണ പരോൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജയിൽ ചട്ടം. പക്ഷേ ഇതൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഇതിനകത്ത് ഇപ്പോൾ നവംബർ 15-നാണ് തലശ്ശേരി പോക്സോ കോടതി പത്മരാജനെ ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. അത് കഴിഞ്ഞിപ്പോൾ 3 മാസം ആകുന്നതേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ളൊരു പരോൾ അല്ലെങ്കിൽ അവധി അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൗതുകം ജനിപ്പിക്കുന്നതാണ്. കാരണം TP കേസിലും അതുപോലെ തന്നെ നേരത്തെ പയ്യന്നൂരിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ CPM നേതാവായിട്ടുള്ള VK നിഷാദിനുൾപ്പെടെ പരോൾ അനുവദിക്കുന്ന കാര്യത്തിനകത്ത് വലിയ തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അനർഹമായിട്ട് അവർക്ക് പരോൾ അനുവദിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ അതൊക്കെ ഈ പത്മരാജന്റെ കാര്യത്തിനകത്ത് അത്തരത്തിലുള്ള യാതൊരു നീക്കവും നടത്തേണ്ട ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമില്ല. പക്ഷേ അതൊക്കെ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ പത്മരാജന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് എന്ന് പറയേണ്ടി വരും. കാരണം ഹൈക്കോടതി പോലും ഇത്തരത്തിൽ പോക്സോ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി സാധാരണ പരോൾ അനുവദിക്കുന്നതിനകത്ത് മടി കാണിക്കും. അത്തരത്തിലുള്ള ഒരു ചട്ടം ഹൈക്കോടതിയുടെ ഭാഗത്ത് പോലും ഉണ്ടാകാറില്ല. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മരാജന് ഈ തരത്തിൽ ഇത്ര വലിയ ദിവസത്തെ ഒരു പരോൾ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ ജയിൽ കാര്യത്തിനകത്ത് പുനഃപരിശോധനാ സമിതിയുണ്ട്. അതായത് പരോൾ അനുവദിക്കുന്ന കാര്യത്തിനകത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായാൽ അത് ഈ അന്തേവാസികൾക്ക് ഇതിനകത്ത് പുനഃപരിശോധനാ സമിതിയെ സമീപിച്ച് അവരുടെ ആവലാതി ബോധിപ്പിച്ചുകൊണ്ട് പരോൾ നേടിയെടുക്കുന്നതിനുള്ള അനുമതിയുണ്ട്. പക്ഷേ ഈ പോക്സോ കേസിലും അതുപോലെ തന്നെ ബലാത്സംഗ കുറ്റത്തിലൊക്കെ ശിക്ഷിക്കപ്പെട്ട ആളുടെ പുനഃപരിശോധന ഹർജി പോലും ഈ സമിതിക്ക് പരിഗണിക്കുന്നതിനുള്ള തടസ്സം നിലനിൽക്കുമ്പോഴാണ് സർക്കാരും അതുപോലെ തന്നെ DGPയും ഇടപെട്ടുകൊണ്ട്, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ജയിൽ DGPയും ഇടപെട്ടുകൊണ്ട് BJP നേതാവായിട്ടുള്ള പത്മരാജന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു ഇതിനകത്തൊരു ഇളവ് അനുവദിച്ചുകൊണ്ട് പത്മരാജന് പുറത്തിരിക്കുന്നത്.